ഈഫൽ ടവർ, പാരീസിന്റെ അഭിമാനം, പ്രണയത്തിന്റെയും ശില്പകലയുടെയും പ്രതീകം. ലോകമെങ്ങുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ആ ഇരുമ്പ് ഗോപുരം ഒരാൾക്ക് വിൽപ്പന നടത്താൻ സാധിക്കുമോ? നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, നെടുമ്പാശ്ശേരി വിമാനത്താവളം ഞാൻ അങ്ങ് വാങ്ങി, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇന്നലെ കൊടുത്തു എന്നൊക്കെ. അതേപോലെയുള്ള ഒരു തമാശ യാഥാർത്ഥ്യമാക്കിയ ഒരു മനുഷ്യനുണ്ട്. അതും പാരീസിന്റെ മധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ആ മഹാത്ഭുതം ഒരൊറ്റ തവണയല്ല, 2 തവണ വിറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു മനുഷ്യൻ, വിക്ടർ ലെസ്റ്റിംഗ്. കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഇത്രയും ചടുല ബുദ്ധിയും ആകർഷകമായ വ്യക്തിത്വവുമുള്ള മറ്റൊരു തട്ടിപ്പുകാരൻ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. വാചാലത കൊണ്ടും അപാരമായ ആത്മവിശ്വാസം കൊണ്ടും മനുഷ്യന്റെ മനഃശാസ്ത്രം കൃത്യമായി വായിച്ചെടുക്കാനുള്ള കഴിവ് കൊണ്ടും ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളെയും വ്യവസായികളെയും വരെ അയാൾ കബളിപ്പിച്ചു. ലെസ്റ്റിംഗിന്റെ ജീവിതം തന്നെ ഒരു ഹോളിവുഡ് സിനിമാ കഥയേക്കാൾ ഉദ്യോഗഭരിതമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക് ഉൾപ്പെടുന്ന ഭാഗത്താണ് വിക്ടർ ലെസ്റ്റിംഗ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അതിബുദ്ധിമാനായിരുന്ന ഇയാൾക്ക് 1/2 ഡസനോളം ഭാഷകൾ അനായാസം സംസാരിക്കാൻ കഴിയുമായിരുന്നു. വഴിതെറ്റി അദ്ദേഹത്തിന്റെ ബുദ്ധി പക്ഷെ തിരിഞ്ഞത് കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്കായിരുന്നു. വൻകരകൾ കടന്ന് യാത്ര ചെയ്യുന്ന ആഡംബര കപ്പലുകളിലെ സമ്പന്നരായ യാത്രക്കാരെ ചീട്ടുകളിയിലൂടെയും മറ്റ് സൂത്രങ്ങളിലൂടെയും പറ്റിച്ചുകൊണ്ടാണ് ലെസ്റ്റിംഗ് തന്റെ തട്ടിപ്പ് ജീവിതം ആരംഭിക്കുന്നത്. കണ്ടാൽ ഏതോ വലിയ പ്രഭു കുടുംബത്തിലെ അംഗമാണെന്നേ തോന്നും. മാന്യമായ പെരുമാറ്റം, മികച്ച വസ്ത്രധാരണം, ആകർഷകമായ ഭാഷ, ഇതെല്ലാം ലെസ്റ്റിംഗിന്റെ ആയുധങ്ങളായിരുന്നു. ആരെയും മിനിറ്റുകൾക്കുള്ളിൽ വിശ്വസിപ്പിക്കാൻ ഇയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ലെസ്റ്റിംഗിന്റെ ഏറ്റവും പ്രശസ്തമായ ആദ്യകാല തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു റുമേനിയൻ ബോക്സ് അല്ലെങ്കിൽ മണി പ്രിന്റിംഗ് മെഷീൻ. ആഡംബര കപ്പലുകളിലെ കോടീശ്വരന്മാരായ യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ഇയാൾ ഒരു ചെറിയ തടിപ്പെട്ടി പ്രദർശിപ്പിക്കും. ഇതിലൊരു $100 കറൻസിയും ഒരു പ്രത്യേക കടലാസും വെച്ച് 6 മണിക്കൂർ കാത്തിരുന്നാൽ യഥാർത്ഥ കറൻസിയുടെ അച്ചടി പകർപ്പ് പുറത്തു വരുമെന്ന് ഇയാൾ വിശ്വസിപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പെട്ടിയിൽ നിന്ന് പുതിയൊരു $100 കറൻസി പുറത്തു വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ അതിനുള്ളിൽ ലെസ്റ്റിംഗ് നേരത്തെ തന്നെ മറ്റൊരു $100 ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ കൺകെട്ട് വിദ്യയിൽ വീഴുന്ന ധനികർ $1000 $10,000 കൊടുത്ത് ആ പെട്ടി ലെസ്റ്റിംഗിൽ നിന്ന് സ്വന്തമാക്കും. പെട്ടിയുമായി ലെസ്റ്റിംഗ് അടുത്ത തുറമുഖത്ത് ഇറങ്ങി അപ്രത്യക്ഷനാകും. മണിക്കൂറുകൾക്ക് ശേഷം പെട്ടിയിൽ നിന്നും വെറും കടലാസു കഷ്ണങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് ആ ധനികർ തിരിച്ചറിയുന്നത്. എന്നാൽ ലെസ്റ്റിംഗിനെ ലോകപ്രശസ്തനാക്കിയത് 1925-ൽ പാരീസിൽ വെച്ച് ഇയാൾ നടത്തിയ ആ ചരിത്ര പ്രസിദ്ധമായ ഈഫൽ ടവർ തട്ടിപ്പ് തന്നെയാണ്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം പാരീസ് നഗരം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. 1889-ലെ പാരീസ് എക്സിബിഷനായി താൽക്കാലികമായി നിർമ്മിച്ച ഈഫൽ ടവർ അറ്റകുറ്റപ്പണികൾ നടത്താൻ പണമില്ലാതെ നശിച്ചു തുടങ്ങിയിരുന്നു. ഈഫൽ ടവർ സൂക്ഷിക്കുന്നത് നഗരത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാണെന്നും അത് പൊളിച്ചു മാറ്റുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നും പാരീസിലെ ചില പ്രാദേശിക പത്രങ്ങളിൽ വാർത്തകൾ വന്നു. ഇതായിരുന്നു ലെസ്റ്റിംഗ് കാത്തിരുന്ന അവസരം. പത്രവാർത്ത കണ്ട മാത്രയിൽ തന്നെ ഇയാളുടെ മനസ്സിൽ ഒരു മാസ്റ്റർ പ്ലാൻ തെളിഞ്ഞു. ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ടെലിഗ്രാഫ് ആൻഡ് പോസ്റ്റൽ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആണെന്ന് കാണിച്ച് ലെസ്റ്റിംഗ് വ്യാജ ലെറ്റർ ഹെഡുകളും തിരിച്ചറിയൽ രേഖകളും നിർമ്മിച്ചു. തുടർന്ന് പാരീസിലെ ഏറ്റവും പ്രമുഖരായ 6 ഇരുമ്പ് വ്യാപാരികൾക്ക് ഒരു ഔദ്യോഗിക സന്ദേശം അയച്ചു. നഗരത്തിലെ ഏറ്റവും ആഡംബരപൂർണമായ ഹോട്ടൽ ക്രില്ലോണിൽ ഒരു രഹസ്യ യോഗത്തിനായി അവരെ ക്ഷണിച്ചു. യോഗത്തിനെത്തിയ വ്യാപാരികൾക്ക് മുന്നിൽ അതീവ ഗൗരവത്തോടെയാണ് ലെസ്റ്റിംഗ് സംസാരിച്ചത്. ഈഫൽ ടവർ നിലനിർത്താൻ ഫ്രഞ്ച് സർക്കാരിന് ഇനി സാധിക്കില്ലെന്നും നഗരവാസികൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ ഇത് അതീവ രഹസ്യമായി പൊളിച്ചു മാറ്റി അതിലെ ടൺ കണക്കിന് വരുന്ന ഇരുമ്പ് വിൽക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഇയാൾ പ്രഖ്യാപിച്ചു. ആ ഇരുമ്പ് ലേലത്തിൽ പിടിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രമുഖരെ മാത്രമാണ് ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. വ്യാപാരികൾ അത് പൂർണ്ണമായും വിശ്വസിച്ചു. ലെസ്റ്റിംഗിന്റെ രാജകീയമായ വസ്ത്രധാരണവും സംസാരിക്കുന്ന ശൈലിയും ഔദ്യോഗിക പേപ്പറുകളും ആർക്കും ഒരു സംശയത്തിനും ഇട നൽകിയില്ല. വ്യാപാരികൾ എല്ലാവരും ഈ വൻ കരാർ സ്വന്തമാക്കാൻ ലേലം വിളി തുടങ്ങി. എന്നാൽ ലെസ്റ്റിംഗിന്റെ കണ്ണുകൾ തങ്ങി നിന്നത് ആന്ദ്രേ പൊയ്സൺ എന്ന ചെറുപ്പക്കാരനായ വ്യാപാരിയിലായിരുന്നു. പാരീസിലെ വൻകിട വ്യാപാരികളുടെ ഇടയിൽ തന്റെ സ്ഥാനമുറപ്പിക്കാൻ കൊതിച്ചിരുന്ന ആളായിരുന്നു പൊയ്സൺ. ഇയാളാണ് തന്റെ യഥാർത്ഥ ഇര എന്ന് ലെസ്റ്റിംഗ് തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം പൊയ്സണെ തനിയെ കണ്ട ലെസ്റ്റിംഗ് തന്റെ തന്ത്രത്തിന്റെ അടുത്ത ഘട്ടം പ്രയോഗിച്ചു തുടങ്ങി. ടെൻഡർ പൊയ്സണ് നൽകാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തനിക്ക് വലിയ തുക കൈക്കൂലി നൽകേണ്ടി വരുമെന്നും ലെസ്റ്റിംഗ് സൂചിപ്പിച്ചു. സത്യത്തിൽ ഈ കൈക്കൂലി ആവശ്യപ്പെട്ടതാണ് പൊയ്സണ് ലെസ്റ്റിംഗിലുള്ള വിശ്വാസം 100% കാരണം അക്കാലത്ത് ഫ്രഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങുന്നത് സാധാരണമായിരുന്നു.
ലെസ്റ്റിംഗ് ഒരു യഥാർത്ഥ ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് പോയ്സൺ ഉറപ്പിച്ചു. ഈഫൽ ടവറിന്റെ ഇരുമ്പ് വാങ്ങാനുള്ള അഡ്വാൻസ് തുകയും ലെസ്റ്റിംഗിനുള്ള വൻ തുക കൈക്കൂലിയും പോയ്സൺ ഇയാൾക്ക് കൈമാറി. പണം കൈപ്പറ്റിയ ഉടൻ തന്നെ പെട്ടിയും മടക്കി ലെസ്റ്റിംഗ് നേരെ ഓസ്ട്രിയയിലെ വിയന്നയിലേക്ക് കടന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കരാറിന്റെ അടുത്ത നടപടികൾ ഉണ്ടാകാതിരുന്നപ്പോഴാണ് പോയ്സണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. എന്നാൽ താൻ ഒരു വ്യാജ ഉദ്യോഗസ്ഥന് വൻ തുക കൈക്കൂലി നൽകി ഈഫൽ ടവർ വാങ്ങാൻ ശ്രമിച്ചു എന്ന വാർത്ത പുറത്തറിഞ്ഞാൽ സമൂഹത്തിൽ തനിക്കുള്ള നിലയും വിലയും മാനവും പോകുമെന്ന് ഭയന്ന പോയ്സൺ വിവരം പോലീസിനോട് പോലും പറഞ്ഞില്ല. ആ നാണക്കേട് അയാൾ ഉള്ളിലൊതുക്കി. ആഴ്ചകൾ കഴിഞ്ഞിട്ടും പോലീസോ പത്രങ്ങളോ ഈ തട്ടിപ്പിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇര നാണക്കേട് ഭയന്ന് പരാതി നൽകിയിട്ടില്ലെന്ന് തന്ത്രശാലിയായ ലെസ്റ്റിംഗ് മനസ്സിലാക്കി. അപ്പോൾ ഇയാൾ ചെയ്തത് എന്താണെന്നറിയാമോ? ഏതാനും മാസങ്ങൾക്ക് ശേഷം പൂർവാധികം ധൈര്യത്തോടെ ഇയാൾ വീണ്ടും പാരീസിൽ തിരിച്ചെത്തി. അതെ, ഈഫൽ ടവർ രണ്ടാമതൊരു വ്യാപാരിക്ക് കൂടി വിൽക്കാൻ ലെസ്റ്റിംഗ് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ഇരയായ വ്യാപാരിക്ക് സംശയം തോന്നുകയും അയാൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ ഉടൻ തന്നെ ലെസ്റ്റിംഗ് പാരീസിൽ നിന്നും തൽക്ഷണം രക്ഷപ്പെട്ടു. യൂറോപ്പിൽ നിൽക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ലെസ്റ്റിംഗ് പിന്നീട് അമേരിക്കയിലേക്ക് കടന്നു. അമേരിക്കയിൽ അക്കാലത്ത് അധോലോകം ഭരിച്ചിരുന്ന പ്രശസ്ത ഗാങ്സ്റ്റർ അൽ കപ്പോണിനെ പോലും ഇയാൾ പറ്റിച്ചു എന്നത് ലെസ്റ്റിംഗിന്റെ ധൈര്യത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. അൽ കപ്പോണിന്റെ അടുത്ത് ചെന്ന് ഒരു വലിയ ഓഹരി നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് $50,000 ലെസ്റ്റിംഗ് വാങ്ങി. 2 മാസത്തിനു ശേഷം പദ്ധതി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ആ $50,000 മുഴുവനായി ലെസ്റ്റിംഗ് കപ്പോണിന് തിരിച്ചു കൊടുത്തു. ഇത്രയും വിശ്വസ്തനായ ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലെന്ന് കരുതിയ അൽ കപ്പോൺ ലെസ്റ്റിംഗിന്റെ ഇന്റഗ്രിറ്റിയിൽ സന്തോഷിച്ച് $5,000 ഇയാൾക്ക് സമ്മാനമായി നൽകി. യാതൊരു റിസ്ക്കും എടുക്കാതെ $5,000 തട്ടിയെടുക്കാൻ ലെസ്റ്റിംഗ് മെനഞ്ഞ ഒരു ബുദ്ധിജീവി തന്ത്രമായിരുന്നു അത്. പിന്നീട് അമേരിക്കയിൽ വ്യാജ കറൻസികൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന വൻ ശൃംഖല തന്നെ ലെസ്റ്റിംഗ് ഉണ്ടാക്കിയെടുത്തു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന രീതിയിൽ വ്യാജ ഡോളറുകൾ വിപണിയിൽ ഇറക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. എന്നാൽ എത്ര വലിയ കുറ്റവാളിക്കും ഒരിക്കൽ വീഴ്ച പറ്റുമല്ലോ. 1935 അമേരിക്കൻ സീക്രട്ട് സർവീസ് ലെസ്റ്റിംഗിനെ വലയിലാക്കി. ഒടുവിൽ അമേരിക്കയിലെ ഏറ്റവും സുരക്ഷ കൂടിയ, ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള അൽക്കാട്രസ് ജയിലിൽ ഇയാൾ അടയ്ക്കപ്പെട്ടു. 1947 ന്യൂമോണിയ ബാധിച്ച് ജയിലിൽ വെച്ചാണ് ഈ വിഖ്യാത തട്ടിപ്പുകാരൻ മരണപ്പെടുന്നത്. ഇയാളുടെ മരണ സർട്ടിഫിക്കറ്റിൽ തൊഴിൽ എന്ന സ്ഥാനത്ത് എന്താണ് എഴുതിയിരുന്നത് എന്നറിയാമോ? അപ്രന്റീസ് ക്ലർക്ക്. ലോകത്തെ മുഴുവൻ വിരൽത്തുമ്പിൽ നിർത്തി കളിപ്പിച്ച ഒരു നഗരത്തിന്റെ അടയാളമായ ഈഫൽ ടവർ പോലും വിറ്റ് കാശാക്കിയ ആ മനുഷ്യൻ ഒടുവിൽ ജയിൽ മുറിയിലെ തണുപ്പിൽ ഓർമ്മയായി. എങ്കിലും കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ ഏറ്റവും ചടുലമായ അധ്യായമായി വിക്ടർ ലെസ്റ്റിംഗ് എന്ന പേര് ചരിത്രത്തിൽ എന്നും അവശേഷിക്കും. എന്താണ് ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.